9 മാസത്തോളം ഇസ്രായേലി തടങ്കലിൽ കഴിയുകയായിരുന്നു പലസ്തീനി യുവാവായ മുവാസിസ് അബായത്ത്. കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു ഇസ്രായേൽ സൈന്യം അബായത്തിനെ അറസ്റ്റ് ചെയ്തത്. എന്റെ ഉള്ളിൽ ഒരു തടവറയുണ്ട്, എന്റെ ആത്മവിശ്വാസമെല്ലാം ചോർന്നു പോയിരിക്കുന്നു എന്നാണ് മുവാസിസ് അബായത്ത് ആശുപത്രി കിടക്കയിൽ നിന്ന് പറഞ്ഞത്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ മറ്റൊരു ഭീകരവും ഭയാനകവുമായ മുഖമാണ് മുവാസിസ് അബായത്തിലൂടെ ലോകത്തിന് കാണാൻ സാധിക്കുക. ഇസ്രായേലി സൈന്യം അറസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തിയായിരുന്നു അബയാത്ത്. അമേച്ചർ ബോഡി ബിൽഡറായ അദ്ദേഹത്തിന് 109 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 മാസത്തെ ഇസ്രായേൽ ജയിൽവാസം അദ്ദേഹത്തിന്റെ ആരോഗ്യം പാടെ തകർത്തു കളഞ്ഞു. അബായത്തിന്റെ ശരീരഭാരം പകുതിയിലേറെയായി കുറഞ്ഞു. ഇസ്രായേലി സൈനികർ കഴിഞ്ഞ 9 മാസത്തിനിടെ അബായത്തിനെതിരെ ഒരു കുറ്റവും ചുമത്തിയിട്ടില്ല. കുറ്റമൊന്നും ചുമത്താതെ തന്നെ പ്രാദേശിക സൈനിക മേധാവിയുടെ ഉത്തരവ് പ്രകാരം അദ്ദേഹത്തെ തടങ്കലിൽ വെക്കുകയായിരുന്നു. മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അബായത്ത്. അദ്ദേഹത്തിന്റെ വലതുകൈ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. അബായത്തിനെ പോലെ തന്നെ ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെട്ട ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്നത് നിരവധി പേരാണ്. ജയിലിൽ കഴിയുന്ന 9,000 ആളുകളിൽ 3,500 ആളുകളും അബായത്തിനെ പോലെ കുറ്റം ചുമത്തപ്പെടാതെ കിടക്കുന്നവരാണ്. മിക്കവാറും ഇദ്ദേഹത്തെ പോലെ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവരാണ്. ഇസ്രായേൽ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹമോക്ട് പുറത്തുവിട്ട കണക്കുകളാണ് ഇവ. ഒക്ടോബർ 7-ന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് ശേഷം തടങ്കലിൽ ആക്കപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ജയിലിൽ താമസിച്ചിരുന്ന സമയത്തുടനീളം സൈനികർ തന്നെ മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. തനിക്ക് വെള്ളം പോലും ലഭിക്കാതിരുന്ന അവസ്ഥയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ കേസ് വളരെ സാധാരണമായ ഒന്നാണെന്നും മറ്റെല്ലാ പലസ്തീൻ തടവുകാരും സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യമായി അബായത്തിനെ കാണുമ്പോൾ എല്ലും തോലും മാത്രമായിരുന്നു ആ ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു. ജയിലിൽ കഴിയവേ ദിവസവും നിരവധി ആളുകളാൽ അബായത്ത് ആക്രമിക്കപ്പെട്ടിരുന്നു. എനിക്കെന്റെ മനസ്സ് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും ആ ജയിലിൽ തന്നെയാണ്, അദ്ദേഹം പറഞ്ഞു. ഞാനൊരു കൊലപാതകി ആണെന്ന് അവർ പറഞ്ഞു. ആരെയാണ് കൊന്നതെന്ന് ഞാൻ തിരിച്ചവരോട് ചോദിച്ചു. ഭാര്യയോടും മക്കളോടുമൊപ്പം സമാധാനപരമായി ജീവിച്ചിരുന്ന എന്നെ അവർ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി കൊലപാതകി ആക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട നാളുകളിൽ സംഭവിച്ചതൊന്നും തനിക്ക് മറക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സൈനികർ തന്നെ അറസ്റ്റ് ചെയ്ത് അടുത്തുള്ള ഇസ്രായേലി സെറ്റിൽമെന്റായ ഗുഷ് എസ്റ്റീരിയണിലെ സൈനിക അന്വേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ ഇരുമ്പ് ചങ്ങല കൊണ്ട് തന്നെ കെട്ടിയിട്ടെന്നും തന്റെ കണ്ണുകൾ മൂടി വിവസ്ത്രനാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. അവർ എന്നെ നഗ്നനാക്കിയ ശേഷം എന്നെ അടിക്കുകയും എന്റെ ഇടതു കണ്ണിൽ ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിക്കുകയും ചെയ്തു. ബോധം പോകുന്നതുവരെ അവർ എന്നെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. തുടർന്നുള്ള ആഴ്ചകളിൽ സൈന്യം അബായത്തിനെ മറ്റ് തടവറകളിലേക്ക് മാറ്റി. ഓരോ തടവറയിലും അദ്ദേഹം കൂടുതൽ മർദ്ദനങ്ങൾക്ക് വിധേയനായി. താൻ ആക്രമണത്തിനിരയായതിന് ഒരു കാരണമേ അഭയത്തിന് പറയാനുണ്ടായിരുന്നുള്ളൂ. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിനെതിരെയുള്ള ഇസ്രായേലിന്റെ പ്രതികാരമായിരുന്നു ആ കാരണം. തനിക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം അബായത്ത് ഓർക്കുന്നതിങ്ങനെയാണ്: എനിക്ക് ഏറ്റവും ദുരിതം അനുഭവിക്കേണ്ടി വന്നത് നെഗോവ് ജയിലിലാണ്. എന്നെ ഒരു കസേരയിലിരുത്തി അവർ എന്റെ കണ്ണുകൾ മൂടിക്കെട്ടി, കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. തുടർന്ന് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ നിങ്ങൾ ആരുടെ പക്ഷത്താണെന്ന് ചോദിച്ചു. ഞാൻ ആരുടെയും പക്ഷത്തല്ലെന്നും ഒരു പലസ്തീൻ നിവാസി മാത്രമാണെന്നും പറഞ്ഞു. എന്റെ ഗർഭിണിയായ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെ വീട്ടിലിരിക്കുമ്പോഴാണ് നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് വന്നതെന്നും ഞാൻ പറഞ്ഞു. തുടർന്ന് അവർ എന്നെ ആക്രമിക്കാൻ തുടങ്ങി. എന്റെ കൈകാലുകൾ അവർ തകർത്തു, അദ്ദേഹം പറഞ്ഞു. നെഗോവ് ജയിലിലെ ജീവിതമായിരുന്നു ഏറ്റവും ദുരിതപൂർണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിസംബറിലെ തണുത്തുറത്ത കാലാവസ്ഥയിലായിരുന്നു അവിടെ ജീവിച്ചത്. അതും ഒരു ഷർട്ടും ട്രൗസറും മാത്രമായിരുന്നു തങ്ങൾക്ക് അനുവദിച്ചിരുന്ന വേഷമെന്നും അദ്ദേഹം പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ സംരക്ഷണമോ നിയമപരമായ പ്രാതിനിധ്യമോ ഇല്ലാതെ ആളുകളെ പട്ടിണിക്കിടാനും പീഡിപ്പിക്കാനും കൊല്ലാനും കഴിയുമെന്ന് അബായത്ത് പറഞ്ഞു. പലസ്തീൻ പ്രിസണർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് അബ്ദുള്ള അൽ ഗസാരിയുടെ അഭിപ്രായത്തിൽ റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾക്ക് ഇസ്രായേലി ജയിലുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ തടവുകാരുടെ അവസ്ഥയെക്കുറിച്ച് പുറം ലോകം അറിയില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.